തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പെരുമാളിന് മുടി കാണിക്കയായി നൽകുന്നതിന് പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ എന്ന് അറിയാൻ പുറപ്പെട്ട ബൃഹമഹർഷി ബ്രഹ്മദേവനെയും ശിവഭഗവാനെയും സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉത്തമമായ സ്വീകരണം അവരിൽ നിന്നും ലഭിച്ചില്ല. ശേഷം അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ധ്യാനത്തിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാനെയാണ്. താൻ വന്നത് അറിയാതിരുന്നതിനാൽ കോപിഷ്ഠനായ ബൃഹമഹർഷി ഭഗവാന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാൻ ബൃഹമഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ഈ പ്രവൃത്തിയിൽ ബൃഹമഹർഷി ഭഗവാനെ ഉത്തമനായി തിരഞ്ഞെടുത്തു. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്ന ലക്ഷ്മീദേവി കോപാകുലയായി. താൻ വസിക്കുന്ന തന്റെ പതിയുടെ ഹൃദയത്തിൽ മറ്റൊരു വ്യക്തി ചവിട്ടിയിട്ടും ഭഗവാൻ പ്രതികരിക്കാതിരുന്നതിനാൽ ദേവി അവിടെ നിന്ന് പിണങ്ങി ഭൂമിയിലേക്ക് തപസ് ചെയ്യാൻ പോയി. ലക്ഷ്മീദേവിയെ തിരഞ്ഞ് ഭൂമിയിലേക്ക് പുറപ്പെട്ട വിഷ്ണു ഭഗവാൻ ശ്രീനിവാസൻ എന്ന നാമത്തിൽ മനുഷ്യരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തി. ഭഗവാൻ ലക്ഷ്മീദേവിയെ തിരഞ്ഞു നടന്ന് ക്ഷീണിതനായതിനാൽ ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇത് കണ്ട ഉറുമ്പിൻ കൂട്ടങ്ങൾ അദ്ദേഹത്തിനായി ഒരു മൺപുറ്റ് നിർമ്മിച്ചു. ഭഗവാന്റെ ഈ അവസ്ഥ കണ്ട ലക്ഷ്മീദേവിയുടെ മനസ്സിലിഞ്ഞുവെങ്കിലും ഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ താൽപ്പര്യം കാണിക്കാത്ത ദേവി ശിവഭഗവാനെയും ബ്രഹ്മദേവനെയും പ്രാർത്ഥിച്ചു, തന്റെ പതിയെ പരിപാലിച്ചു കൊള്ളേണമേ എന്ന്. കാര്യങ്ങൾ മനസ്സിലാക്കിയ ബ്രഹ്മദേവനും ശിവഭഗവാനും ഒരു പശുവിന്റെയും പശുകുട്ടിയുടെയും രൂപത്തിൽ ഭൂലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ രണ്ടും അടുത്തുള്ള കന്നുകാലിക്കൂട്ടത്തിൽ ചേർന്നു. നിത്യവും മേയാൻ പോകുമ്പോൾ പശു ഭഗവാൻ ഇരിക്കുന്ന ആ മൺപുറ്റിനുള്ളിലേക്ക് പാൽ ചുരത്തുമായിരുന്നു. ഒരു ദിവസം പശുവിന്റെ ഉടമസ്ഥൻ ഇത് കാണാൻ ഇടയായി. പശു ഭഗവാനാണ് പാൽ നൽകുന്നതെന്ന് അറിയാതെ ഉടമസ്ഥൻ, എന്റെ പുല്ലും ഭക്ഷണവും കഴിച്ച് നീ മൺപുറ്റിലേക്ക് പാൽ ചുരത്തുന്നുവോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കയ്യിലുണ്ടായിരുന്ന കോടാലി പശുവിന് നേരെ എറിഞ്ഞു. എന്നാൽ കോടാലി പുറ്റിലിരിക്കുന്ന ഭഗവാന്റെ തലയിൽ ചെറുതായി തട്ടുകയും പരിക്ക് പറ്റിയ ഭാഗത്തെ മുടി നഷ്ടപ്പെടുകയും ചെയ്തു. നീല എന്നു പേരുള്ള ഒരു ഗന്ധർവ രാജകുമാരി ആ വഴി പോകുകയായിരുന്നു. അപ്രതീക്ഷിതമായി ദേവി ശ്രീനിവാസ് ഭഗവാനെ കാണാൻ ഇടയായി. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ദേവി അല്പനേരം അദ്ദേഹത്തെ നോക്കി നിന്നു. അപ്പോഴാണ് ദേവിക്ക് ഭഗവാന്റെ പരിക്ക് പറ്റിയ ഭാഗത്തെ മുടി നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ട ദേവി ഉടൻ തന്നെ തന്റെ തലയിൽ നിന്നും മുടി വേരോടെ പിഴുത്തെടുത്ത് ഭഗവാന്റെ തലയിൽ വെച്ചുകൊടുത്തു. പെട്ടെന്ന് ആ മുടി ശ്രീനിവാസ് ഭഗവാന്റെ മുടിയുമായി ഒന്നായി ചേരുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ ദേവിയോട് പറഞ്ഞു, ദേവി, യുവതിയായ നിനക്കാണ് മുടിയുടെ ആവശ്യം. എന്നിട്ടും നീ എനിക്ക് നിന്റെ മുടി ദാനം ചെയ്തു. പറയൂ, എന്ത് വരമാണ് വേണ്ടത്? ഭഗവാനെ അങ്ങയെ കാണാനെത്തി മുടി കാണിക്ക നൽകുന്ന ഭക്തർക്ക് അങ്ങ് അവരുടെ ആവശ്യങ്ങൾ സഫലമാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ധനിക്കായി ഒന്നും ആവശ്യപ്പെടാതെ ലോകർക്ക് വേണ്ടി വരം ചോദിച്ച നീലാദേവിക്ക് ഭഗവാൻ സന്തോഷത്തോടെ ആ വരം സഫലമാക്കി നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് പെരുമാളിന് മുടി കാണിക്കയായി നൽകുന്നത് ആചാരമായി വന്നത്. ഓം നമോ വെങ്കടേശ്വരായ.